ഇന്ന് രാവിലെ പള്ളിയിലെ കുർബാനയ്ക്ക് ശേഷം വേറൊരു പള്ളിയിലേക്ക് കുർബാനയ്ക്ക് പോവുകയാണ്. ഇതാണ് നമ്മുടെ വണ്ടി. ടൊയോട്ടയുടെ ഒരു ലാൻഡ് ക്രൂയിസർ വണ്ടിയാണ്. ഈ വണ്ടിയില്ലാതെ നമുക്ക് ഇതുവഴിയൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് വഴി. ഏകദേശം ഇങ്ങനെയൊക്കെയുള്ള വഴികളാണ്. ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മൾ ഇങ്ങനെ പോകണം. കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണിത്. നമ്മളിവിടെ വണ്ടി ഇവിടെ ഇട്ടിട്ട് ഇനി നടക്കാൻ പോവാണ്. കുന്നും മലയൊക്കെ കയറി വേണം പോകാൻ വേണ്ടി. നല്ല രസമുള്ള കാഴ്ചകളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. മഞ്ഞ് മൂടിയ മലകളാണ് അപ്പുറം കാണുന്നത്. അതെൻ്റെ കൂടെ വന്നൊരു പയ്യനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചതാണ്. ഒന്ന് രണ്ട് ചേട്ടന്മാരെ അവിടെ കണ്ടപ്പോൾ അവർ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു. ഈ പയ്യനാണ് എൻ്റെ കൂടെ വരുന്നത്. സൂക്ഷിച്ചില്ല തന്നെ അടിച്ച് വീഴുന്ന സ്ഥലമാണിത്. ചെറിയ തടികളൊക്കെ വെച്ച് വലിയ വഴിയൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം മഴ കുറവായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെയൊക്കെ ചെളിയായിട്ട് കിടക്കുന്ന സ്ഥലമാണിത് മൊത്തം. ചാടിക്കിടക്കാൻ പോവാണ്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു സ്കൂളാണ്. പക്ഷേ ഇവിടെ ഗോത്രങ്ങൾ തമ്മിലുള്ള വഴക്ക് കാരണമാണെന്ന് തോന്നുന്നു ഇത് അടഞ്ഞു കിടക്കുവാണ്. ഇപ്പം നിലവിലിവിടെ കുട്ടികളൊന്നുമില്ല. ഇതിൻ്റെ സൈഡിൽ കൂടിയാണ് നമ്മുടെ ചെറിയ പള്ളിയിലേക്ക് നമ്മൾ പോകുന്നത്. അങ്ങനെ കാണുന്നതാണ് നമ്മുടെ ചെറിയ പള്ളി. കരൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പള്ളി. ഇവിടെയാണ് ഇന്ന് കുർബാന അർപ്പിക്കുന്നത്. ഉൾവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലാത്ത സാധാരണ ഒരു ചെറിയ പള്ളിയാണ്. പനമ്പൊക്കെ വെച്ചാണ് ഇത് ചെയ്തേക്കുന്നത്. ഷീറ്റ് കാര്യങ്ങളൊക്കെ. കുറേ അമ്മച്ചിമാരൊക്കെ കുർബാന കഴിഞ്ഞു. കുറേ അമ്മച്ചിമാരൊക്കെയാണ് ഇരിക്കുന്നത്. എല്ലാവരോടും ചെറിയ കുശലങ്ങളൊക്കെ പറയുന്നതാണ് ഈ കാണുന്നത്. പുള്ളിക്കൊരു ബാങ്കിലേക്കുള്ളൊരു ആപ്ലിക്കേഷൻ അയച്ചു തരാമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ചെയ്തു തരാമെന്ന് പറഞ്ഞാണ്. എല്ലാവരുടെയും കൂടെ ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ തിരിച്ചു പോകുന്ന വഴിയാണിത്. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. നമ്മുടെ വണ്ടി ഇട്ടെടുത്ത് രണ്ട് പിള്ളേർ നമ്മുടെ വണ്ടി നോക്കിയിരിപ്പുണ്ട്. വണ്ടി അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ.